ഇന്ന് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം എന്ത്? മൊബൈൽ ഫോൺ. എന്താ? കാറോ? കാർ. ഓക്കെ, ഇവ പറഞ്ഞ ആൻസർ അവന്റെ ആംഗിളിൽ കറക്റ്റാണ്. ഓക്കെ, ഐ അപ്രീഷിയേറ്റ് യു. കുറച്ചുകൂടി നല്ല ആൻസർ ആരെങ്കിലും ബെറ്റർ എഡ്യൂക്കേഷൻ. ഇപ്പൊ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന് നമുക്ക് നല്ല പൈസ കിട്ടുമോ? ആ പോസ്റ്റ് ഗ്രാജുവേഷൻ നമുക്കൊരു പ്രൈസ് മേടിക്കാൻ പറ്റുമോ? അതിന് പ്രൈസ് മേടിക്കാൻ പറ്റുമോ? എന്തെങ്കിലും പോസ്റ്റ് ഗ്രാജുവേഷൻ ഒരു ഇത്ര കോടി ഡോളർ പറയാൻ പറ്റുമോ? അതുകൊണ്ട് അതിനെന്തില്ല, അതിന് അങ്ങനെ നോക്കി ഏറ്റവും പ്രഷ്യസ്, അത് പ്രഷ്യസ് ആണ്, പക്ഷെ ഇത്രയും പൈസ കിട്ടില്ല. ഞാൻ പറയുന്നത് പൈസ കിട്ടുന്നൊരു കാര്യം, അങ്ങനത്തെ ഒരു സാധനത്ത് പറയാം ചെയ്താൽ നമുക്ക് പൈസ കിട്ടും അല്ലേ? അതിനപ്പുറം വേദനയുണ്ടോ? നമുക്ക് ഇതൊക്കെ കൊടുത്താൽ നല്ലൊരു എമൗണ്ട് കിട്ടും. ഡയമണ്ട്. ഓക്കെ, ഫാന്റാസ്റ്റിക് ആൻസർ. ഡയമണ്ട്. പക്ഷേ ഡയമണ്ട് കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് വളരെ വിലപിടിപ്പുള്ള സാധനമാണ്. അപ്പൊ ഈ കാലഘട്ടത്തിലേക്ക് വിലപിടിപ്പുള്ള കാര്യം ഞാൻ ചോദിക്കുന്നു. മനുഷ്യൻ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അതുപോലെ വരുന്നില്ലേ? അതുപോലെ ഇന്നും വേറെ അതുപോലെ ഈ കാലഘട്ടത്തിൽ സവിശേഷമായ അതിൽ ഒരു മനുഷ്യനാണ് കൊടുത്താൽ ഒരു എമൗണ്ട് കിട്ടുമോ? മണി കൊടുത്താൽ മണി കിട്ടുന്നതാണ്. അപ്പൊ എന്തിനാണ് വില? എന്തിനാണ് വില? അതിനാണ് ഇന്നോവേഷൻ. ഇന്ന് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി എന്താണ്? ഇന്നോവേഷൻ എന്ന് പറഞ്ഞ സാധനം. ഇന്നോവേഷൻ സംശയമില്ലാതെ പറയാം. എന്താണ് ഇന്നോവേഷൻ? പറ. ഇന്നോവേഷൻ എവിടെ? നിങ്ങളുടെ ക്യാമ്പസിൽ എവിടെ ഇന്നോവേഷൻ? ഒരു ഇന്നോവേഷൻ കാണിച്ചത് ഒരു ഇന്നോവേഷൻ കാണിച്ചത്. നിങ്ങളുടെ ഈ ക്യാമ്പസ് നിറയെ ഇന്നോവേഷൻസ് ആയിരിക്കണം. Each nook and corner should have the reflections of innovation.